ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്തെ വർമ്മ ഡോക്ടർ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയേക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ നഴ്സും ഡോക്ടറൊക്കെ വർമ്മ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. പേഷ്യൻറ്റിന് കൂടെ വന്നതാരാണ്, ബ്ലഡ് വേണ്ടി വരില്ല എന്നൊക്കെ. അപ്പം നമ്മുടെ ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളത് ഞാനാണ്, ബ്ലഡ് ക്രോസ് ചെക്ക് കൊടുക്കണം, ബ്ലഡ് ഗ്രൂപ്പ് അറിയണം എന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാലേന്ദ്രൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ വൈജയനെ വിളിക്കുകയാണ്. വൈജയോട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അലീനെ ആരോ കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയ ഏതോ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കല്ലായ കാരണം ഭയങ്കര തിരക്കാണ്. പക്ഷേ ബാലേന്ദ്രൻ വാശി പിടിക്കുന്നുണ്ട്, അമ്മ ഒറ്റയ്ക്കാണ്, നീ വീട്ടിലേക്ക് വന്നെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് ബാലേന്ദ്രൻ പോയാൽ മതി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അതൊന്നും കേൾക്കാതെ ഇറങ്ങുവാണ്. ഇറങ്ങി വണ്ടി കയറിയിട്ട് വൈജയനെ ഒന്നുകൂടെ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അമ്മ ഒറ്റയ്ക്കാന്ന് പറയുവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് അങ്ങോട്ട് പോന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് ബ്ലഡ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വൈജി ചോദിക്കുന്നുണ്ട്, അവളുടെ ബ്ലഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണെന്ന് ഇങ്ങനെ കളിയാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മറുപടി ഒന്നും പറയുന്നില്ല. വൈജയോട് പറയുന്നുണ്ട്, നീ ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ വൈജ ഞാൻ ഡ്രൈവ് ചെയ്യുവാന്ന് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ കോള് കട്ട് ചെയ്യുവാണ്, അമ്മയെ സമാധാനിപ്പിച്ചിട്ടിരിക്കുവാണ്, അമ്മ വീട്ടിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഉടനെ തന്നെ വൈജ നമ്മുടെ കമലയെ വിളിച്ചിട്ട് പറയുവാണ്, അതേ അറിഞ്ഞു, അലീനെ ആരോ കുത്തി എന്ന് പറയുവാണ്. അപ്പോൾ അത് കേട്ട് നമ്മുടെ കമല ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. കുത്തിയോ, ആര് കുത്തി, കത്തിക്കുത്തൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട്, ആണൊരുത്തനെ കുത്തിയെന്ന് തോന്നുന്നു, എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുവാണേ. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇവളെ എന്ത് ചെയ്തിട്ടായിരിക്കും കുത്തിയത്, അവളത്ര നിസ്സാരക്കാരിയൊന്നും ആയിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, കുത്തിയിട്ട് ശർമ്മ ഡോക്ടർ ഉണ്ടല്ലോ, വൈജയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ശർമ്മ ഡോക്ടറാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെന്ന് വൈജ ഇങ്ങനെ കമലയോട് പറയുവാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, അയാൾക്ക് എന്നത്തിൻ്റെ കേടാണ്, അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അയ്യോ അതേതായാലും നന്നായി, അവൾ അവിടെ എങ്ങാനും കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിനോട് സമാധാനം പറയണ്ടേ, പിന്നെ പോലീസൊക്കെ വീട് കയറി ഇറങ്ങാൻ തുടങ്ങുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹരിയുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കൂട്ടുകാരൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ കൈതക്കല്ലേ ഇന്നയാളുടെ മകനാണ്, അവൻ ഫോൺ എടുക്കാത്ത എന്താണെന്ന് ഇങ്ങനെ അച്ഛനോട് തിരക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹരി പറയുന്നുണ്ട്, അവൻ ഒരുപാട് നാളായി തിരക്കുന്നു, തേനിയിൽ പോയാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്യുവാണ്, ഇന്ന് ഹരി ഫ്രീ ആണ്, അപ്പോൾ ഒരുമിച്ച് തേനി പോയാലോ അങ്കിള്, നിങ്ങൾക്ക് അവിടെ ഫാം ഹൗസ് ഒക്കെ ഇല്ലേന്ന് ഇങ്ങനെ തിരക്കുവാണേ. അപ്പോൾ അങ്കിള് പറയുന്നുണ്ട്, അവൻ ഗോവയിൽ പോയേക്കുവാണല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഹരിയുടെ ആ ഒരു പ്ലാൻ അങ്ങനെ ഫ്ലോപ്പ് ആവുകയാണ് കേട്ടോ. ഹരി പേടിച്ച് ഫോണൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പെട്ടെന്ന് ഡോറിൽ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേട്ട് ഹരിയാകെ പേടിച്ചിരിക്കുവാണ്. അപ്പോൾ ഹരി ഡോറിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ആരാന്നറിയാൻ വേണ്ടി. പതിയെ തുറക്കുമ്പോൾ കമലയാണ്. അപ്പോൾ കമല ഇങ്ങനെ അവൻ്റെ മട്ടും ഭാവം കണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി, നീ എന്തെങ്ങനെ വരണ്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ അത് കേട്ട് ഹരി, ആര് വരണ്ടു, ഞാനൊന്നും വരണ്ടിട്ടില്ലെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട്, അലീനേനെ ആരോ കുത്തി. അപ്പോൾ അത് കേട്ട് നമ്മുടെ ഹരിക്ക് ഷോക്കൊന്നും ആവുന്നില്ല, എന്നാലും അഭിനയിക്കുകയാണ്, ആര് കുത്തി, അറിയില്ല, കള്ളനോ കാമുകനോ ആരൊക്കെയോ കുത്തിന്ന് ഇങ്ങനെ പറയുവാണേ. ഒരുപാട് ബ്ലഡ് പോയി, രക്ഷപ്പെടില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് കമല ഹരിയോട് പറയുന്നുണ്ട്, നീ അവിടെ പോയെന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഇതൊക്കെ ആരാ പറഞ്ഞത്, വൈജ വിളിച്ച് പറഞ്ഞതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിക്ക് അവിടെ പോകാനൊരു പേടിയുണ്ട്, എന്നാലും കമലയുടെ മുമ്പിൽ ശരി ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് റൂമിൻ്റെ. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്യുവാണ്. ബാലേന്ദ്രൻ ഫോൺ വിളിക്കുകയാണ് കേട്ടോ, ഡ്രൈവ് ചെയ്തുകൊണ്ട് മനുവിനെ വിളിക്കുകയാണ്. മനു എടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മനു നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ എറണാകുളത്തേക്ക് പോവാണ് അങ്കിളെ എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മോനെ ഇവിടെ ഒരു അനിഷ്ട സംഭവം നടന്നു എന്നിങ്ങനെ പറയുവാണ്. ബാലേന്ദ്രന് പറയാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട് ബാലേന്ദ്രൻ, അലീനേനെ ആരോ കുത്തി എന്ന് പറയുകയാണ്. അത് കേട്ട് മനു ഷോക്ക് ആവുകയാണ്. കുത്തിയോ, എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ മാത്രമല്ലേ ഉള്ളൂ, അവൾ വാതിൽ തുറന്നപ്പോൾ ആരെങ്കിലും ആക്രമിച്ചതായിരിക്കും, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, പിന്നെ അവിടെ ശർമ്മ ഡോക്ടർ കൊണ്ടുപോയ കാര്യവും ബാലേന്ദ്രൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ ടെൻഷൻ അടിക്കേണ്ട, ഞാനിപ്പോൾ വരാമെന്ന് പറയുവാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് വൈജയന്തി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് ബ്ലഡൊക്കെ അവിടെ കിടക്കുന്ന ഇങ്ങനെ നോക്കുന്നുണ്ട്. വീട് മൊത്തം ഒന്ന് കറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. പിന്നെ അമ്മയുടെ റൂമിൽ, അതായത് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, അമ്മ ഇവിടെ നടക്കുന്ന ഒന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആംബുലൻസ് വന്നതും കുറച്ച് പേര് സംസാരിക്കുന്നതൊക്കെ അറിഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ കിടക്കുമല്ലേ, ഞാൻ എങ്ങനെ അറിയാനോ, വാതിൽ തന്നെ ബാലേന്ദ്രൻ വന്നപ്പോഴാണ് തുറന്നേ, ഫോൺ താഴെ പോയേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വൈജയന്തി ആ ഫോൺ എടുത്ത് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, അവളെ ആരോ കുത്തിന്ന്. അപ്പോൾ പാവത്തിന് ആരാ കുത്തിയെന്ന് ഇങ്ങനെ മുത്തശ്ശി ആലോചിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൾ പാവമൊന്നും അല്ലത്, പാവത്തിങ്ങളെയൊക്കെ ആരെങ്കിലും ഇങ്ങനെ കുത്തുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ.
എന്നിട്ട് വൈജ പറയുന്നുണ്ട്, വൈജയ്ക്ക് ടെൻഷനാണ് ബില്ലിൻ്റെ കാര്യത്തെ ഹോസ്പിറ്റലിൽ. എന്നിട്ട് പറയുവാണ് 2 ലക്ഷം രൂപയെങ്കിലും ആവും ബില്ലെന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി, അതായത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുകയാണ്, 2 ലക്ഷം രൂപയോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ബാലേന്ദ്രനെ ശർമ്മ ഡോക്ടറും കൂടെ സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്തായി സാർ അലീനയുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്ലഡ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, തൽക്കാലം അവൾക്ക് വേണ്ട ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്തു, ആവശ്യം വരുന്ന ബ്ലഡ് ഇനി നിങ്ങൾ കളക്ട് ചെയ്ത് തന്നാൽ മതി എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അതൊക്കെ ഇനി പറയുന്നുണ്ട്, കത്രയോ കൊണ്ടാണ് കുത്തിയേക്കുന്നത്, കത്തിയല്ലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്ര ഷോക്ക് ആവുകയാണ്. സെൽഫ് ഡിഫെൻസിന് വേണ്ടി അവൾ കത്രി എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അങ്ങനെ അക്രമി ചെയ്തതായിരിക്കാം, കരുതിക്കുട്ടി ചെയ്ത അറ്റാക്ക് ആയിരിക്കില്ലെന്ന് നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ഗസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് 10 സെൻറ്റിമീറ്റർ ആഴമുണ്ട്, ഭാഗ്യത്തിന് ഇന്റർണൽ ഓർഗൻസിനൊന്നും സംഭവിച്ചില്ലെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനോട് ഡോക്ടർ സംസാരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ ഹരി ടെൻഷൻ അടിച്ച് പുറത്തൊരു ബൈക്കിലിരിക്കുകയാണ്. ആരെയൊക്കെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹരി ആരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നു, അവരാരും ഫോൺ എടുക്കാറില്ല. ഹരി പിന്നെയും ടെൻഷനിലാണ്. ഹരി വിളിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്ത് ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേന്ന്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിലായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഹരി അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ രോഹിത്തിനോട്. അലീന ഹോസ്പിറ്റലിലാണ്, അവളെ നിങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഡോക്ടർ വന്ന് രക്ഷിച്ചേ. അപ്പം നമ്മുടെ രോഹിത്തിന് ഭയങ്കര സംശയങ്ങൾ, ഡോക്ടർ നമ്മളെ കണ്ടു കാണുമോ, ഡോക്ടർ എന്തിനായിരിക്കും അങ്ങോട്ട് വന്നേന്നൊക്കെ 100 കൂട്ടം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരീനെ നമ്മുടെ കമല വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ അമ്മ വിളിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ്, ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നൊക്കെ ഹരി രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്ന്. അപ്പോൾ രോഹിത്ത് ഞാൻ കോളേജിലാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാന്ന്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഒന്നും പറയുന്നില്ല. രോഹിത്ത് ആകെ ടെൻഷനിലാണ്. ശരിയെന്ന് പറഞ്ഞ ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുവാണ്. പിന്നെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മുടെ ശർമ്മ ഡോക്ടർ ഇങ്ങനെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അലീന ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു, ഇപ്പോൾ ഓക്കെയാണ്, കണ്ണ് തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൾ എന്തെങ്കിലും പറഞ്ഞോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത്രയ്ക്കൊന്നും ആയിട്ടില്ല, കണ്ണ് തുറന്നതേ ഉള്ളൂ, സർജറി കഴിഞ്ഞാലോ സ്റ്റിച്ച് ഇട്ടേക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്, അവൾക്കുള്ള ബ്ലഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു നമ്മൾ ടെൻഷൻ അടിച്ച് നിന്നത്, പിന്നെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് വന്നപ്പോഴാണ് സമാധാനം ആയതെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. നാളെ പോലീസ് വന്ന് മൊഴി കൊടുക്കാമെന്ന് ഡോക്ടർ ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ അതെല്ലാം കേട്ടോണ്ട് നിന്നാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.